പറയാൻ പോകുന്നത് എന്താണ് ഇവന്റ്, എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഇവന്റ് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ടൈമിൽ അയക്കുന്ന ഓരോ മൊമെന്റിനെയും നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇവന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ട്രാൻസാക്ഷൻ അങ്ങനെ അല്ല. എല്ലാ ഇവന്റുകളെയും നമുക്ക് ട്രാൻസാക്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ട്രാൻസാക്ഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് ഇതാണ് പറയുന്നത്: ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്ന മോണിറ്ററി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഇവന്റിനെയാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്ന മോണിറ്ററി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഇവന്റുകളെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ഇവന്റ് ട്രാൻസാക്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് അവിടെ ഒരു മോണിറ്ററി മെഷർമെന്റ് ഉണ്ടായിരിക്കണം. അത് നടന്നിരിക്കുന്ന ഇവന്റ് നമുക്കൊരു മോണിറ്ററി ബേസിൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. രണ്ടാമത്തേത് അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് എങ്കിലും ആ ഒരു ഇവന്റിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. മൂന്നാമത്തത് ഗുഡ്സിന്റെയോ സർവീസിന്റെയോ പേരിൽ ഒരു മോണിറ്ററി എക്സ്ചേഞ്ച് അവിടെ നടന്നിരിക്കണം. നാലാമത് അവിടെ ആ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ഈ ഒരു ഇവന്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം.